10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കഴിഞ്ഞ തവണ 2025-26 വർഷങ്ങളിൽ ആദ്യ പരീക്ഷയിൽ അല്ലെങ്കിൽ പാദവാർഷിക പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്കറിയാം, പുതിയ പാറ്റേണിലാണ് ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. വൺ വേർഡുകളായിക്കോട്ടെ, മറ്റ് ക്വസ്റ്റ്യനുകളായിക്കോട്ടെ. പൊതുവെ സോഷ്യൽ സയൻസിൽ കുട്ടികൾ പറയാവുന്ന വിഷയമാണ്, സാറേ ചോദ്യം മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ വൺ വേർഡ് കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെയാണ് ഈ വൺ വേർഡൊക്കെ ഉത്തരം നമുക്ക് എഴുതാം? അതിനുള്ള മറുപടികളാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കാം, നമ്മുടെ ലക്ഷ്യം സോഷ്യൽ സയൻസിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, ഒരു സ്കോർ വീതം. അപ്പോൾ 8 മാർക്കോളം എന്താണ്? വൺ വേർഡാണ്. അപ്പോൾ 80 മാർക്കിൽ ഒരു 10% എന്താണ്? വൺ വേർഡാണ്. അപ്പോൾ നമ്മുടെ A+നെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണേത്? വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ വൺ വേർഡ് കറക്റ്റ് ആയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇനി ഒരു 3 മാർക്ക് 4 മാർക്കിൻ്റെതൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2 പോയിൻ്റ് എഴുതിയാലും നമുക്ക് 1-2 മാർക്ക് കിട്ടും. പക്ഷേ വൺ വേർഡ് തെറ്റിയാൽ ആ മാർക്ക് പോയി. ശ്രദ്ധിക്കണേ. 1ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങൾ പൊതുവെ കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏത്? അപ്പോൾ ചോദ്യത്തിലുണ്ട്, ചോദ്യം വായിക്കാം. സ്തൂപ ആകൃതിയിൽ നമുക്കറിയാലോ, ക്രിസ്മസ് ട്രീ ആ ഒരു മേഖലയിലൊക്കെ ആ ഒരു രീതിയിൽ കാണുന്ന വൃക്ഷങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ടൈഗ മേഖല, ഓപ്ഷൻ ബി ഡെൻഡ്രൈ മേഖല, ഓപ്ഷൻ സി സാവന്ന കാലാവസ്ഥാ മേഖല, ഓപ്ഷൻ ഡി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇതിൽ ആൻസർ ഏതാ? യെസ്, എ ആണെന്ത് ആൻസർ. ടൈഗ മേഖലയാണെന്ത് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ മറ്റു ഓപ്ഷൻ ഉണ്ട്. ഡെൻഡ്രൈ മേഖലയുണ്ട്, സാവന്ന കാലാവസ്ഥാ മേഖലയുണ്ട്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം. ഈ ഡെൻഡ്രൈ മേഖലേൻ്റെ പ്രത്യേകത എന്താ? അവിടെ പായൽ, അതേപോലെ തന്നെ കുറ്റിച്ചെടികൾ, അതുപോലെ തന്നെ പുല്ലുകളൊക്കെയുള്ള സ്ഥലമാണിത് ഡെൻഡ്ര മേഖല എന്ന് പറയുന്നത്. ഇനി സാവന്ന കാലാവസ്ഥാ മേഖലയെ ചിതറിക്കിടക്കുന്ന മരങ്ങളാണ്. അതുപോലെ തന്നെ ഉയരമുള്ള പുല്ലുകളൊക്കെ ഉള്ള സ്ഥലമാണിത് സാവന്ന മേഖല. അവിടെ പ്രധാനമായിട്ട് അക്കേഷ്യ ഒക്കെ നമുക്ക് അവിടെ കാണാവുന്നതാണ് സാവന്ന മേഖലയിൽ. ഇനി ഭൂമധ്യരേഖ കാലാവസ്ഥയിലാണെങ്കിലോ നിത്യഹരിത വനങ്ങളാണിത് ഭൂമധ്യരേഖകൾ എന്ന് പറയുന്നത്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. അപ്പോൾ ഇതാണ് ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. 2ാമത്തെ ചോദ്യം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഡൊണാറ്റെല്ലോയുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തുക. ഡൊണാറ്റെല്ലോ നമുക്കറിയാം, ഒരു സ്കൾപ്റ്ററാണ്, ഒരു ശില്പിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ്. ഇവിടെ ഓപ്ഷൻ എ എത്താമലാത്ത അന്ത്യവിധി പിയത്ത ദാവീദ്. അപ്പോൾ ഡൊണാറ്റെല്ലോയുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം അറിയുന്നത് നോക്കുക, 2ാമത് അറിയുന്നത് നോക്കുക. ഇത് മാക്സിമം 1-2 നമുക്ക് ഉത്തരം കിട്ടും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ചെയ്യുക. അല്ലാതെ PSC ഒക്കെ ചോദിക്കുന്നത് പോലെ കോംപ്ലിക്കേഷനായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് കളയാൻ ഒരിക്കലും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പെട്ടെന്ന് കിട്ടുന്ന ട്രിക്ക് അവിടെ ഉണ്ടാവും. നമുക്ക് ഡൊണാറ്റെല്ലോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണേത്? ഗത്താമലാത്ത നമുക്കറിയാം. അപ്പോൾ ഓപ്ഷനിൽ എ എന്തായാലും ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ ഓപ്ഷന് നമ്മൾ നോക്കുന്ന സമയത്ത് എയോ സിയോ ആയിരിക്കും. കാരണം എയിലോ സിയിലോ എന്തുള്ളത്? എ ഉള്ളൂ, മറ്റേ 2 എ ഇല്ല. അപ്പോൾ 2 ഓപ്ഷൻ എന്തായാലും വരില്ല. ഇനി 2ാമത് നോക്കുക, അന്ത്യവിധി നോക്കുക. അന്ത്യവിധി എന്താണ്? ശില്പമാണോ? അല്ലല്ലോ. അപ്പോൾ ബി എന്തായാലും വരില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഏതാ? സി ആണ് ആൻസർ. എയും ഡിയും. ഡി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2ാമത്തേത് നോക്കിയപ്പോൾ ഓപ്ഷൻ വെട്ടി പോയപ്പോൾ അവിടെ ബി വന്നു. ബി വരാൻ പാടില്ലല്ലോ. അപ്പോൾ എ അല്ല, സി ആണെന്ത് അതിൻ്റെ ആൻസർ. റെഡിയാണല്ലോ.
ഇനി അടുത്ത് നമുക്ക് നോക്കാം. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുന്നവ തിരിച്ചറിയുക. അല്ലേ, സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, അല്ലേ, SI നമ്മൾ വിളിക്കുന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇവിടെ പറയുന്നു, വിമർശനാത്മക ചിന്ത ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു, സ്വയം പ്രതിഫലനം വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കുന്നു. അപ്പോൾ സവിശേഷതകൾ ഉൾപ്പെടുന്നവയാണ്, അല്ലേ. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹ സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ ഏതെങ്കിലും നമുക്ക് അറിയുണ്ടോ നോക്കാം. ഒന്നാമത് മനസ്സിലായി, വിമർശനാത്മക ചിന്ത വളർത്തുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ക്രിറ്റിക്കൽ തിങ്കിങ്. അപ്പം എന്തായാലും എന്തിലുണ്ടാവും, ഓപ്ഷനിലുണ്ടാവും. അപ്പം Aയോ Cയോ ആയിരിക്കുമെന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ നോക്കാം, ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. ഇതതാണോ? അല്ലല്ലോ, ഇത് നമ്മൾ കോമൺ നോളജിൽ പഠിച്ചല്ലേ, സാമാന്യ പൊതുജ്ഞാനത്തിൽ. അപ്പോൾ B എന്തായാലും വരില്ല. അപ്പോൾ നേരത്തെ നമ്മൾ Aയോ Cയോ ആയിരിക്കും എന്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ B എന്തായാലും വരില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാ? C ആണ് ആൻസർ. Aയും Cയും എന്താണ്? ശരിയാണ്. റെഡിയാണല്ലോ മക്കളെ, സെറ്റ്. ഇനി അടുത്ത് നോക്കാം, നാലാമത്തെ ചോദ്യം എന്താ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചക്രവാതമല്ലാത്തത് ഏത്? അല്ലേ, ചക്രവാതമല്ലാത്തത് ഏത്? A ഹരിക്കെയിൻസ്, B ടൈഫൂൺസ്, C വില്ലീസ്, അടുത്തത് ഹെർമാറ്റൻ എന്ന് പറയുന്നത്. അവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണെന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഹരിക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹരിക്കെയിൻസ് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ചക്രവാതം അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഹെർമാറ്റൻ എന്ന് പറയുന്നത് എന്തല്ല, ചക്രവാതമല്ല. അതെന്താ പറയുക, ഈ സഹാറ മരുഭൂമിയിൽ വീശുന്ന ഒരു കാറ്റാണെന്ത് ഹെർമാറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹരിക്കെയിൻസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹരിക്കെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്ലാന്റിക്, അല്ലേ, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പസഫിക്കിലൂടെ ഉഷ്ണ ഒരു ചക്രവാതമാണെന്ത് ഹരിക്കെയിൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ ടൈഫൂൺ എന്ന് പറഞ്ഞാലോ വടക്കു പടിഞ്ഞാറൻ പസഫിക്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ചക്രവാതമാണ്. വില്ലീസ് എന്ന് പറഞ്ഞാലോ ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രധാന ചക്രവാതമാണ്. അപ്പോൾ ഇത് ചക്രവാതമല്ലാത്തതാണെന്ത് ഹെർമാറ്റൻ എന്ന് പറയുന്നത് എന്താണ്? സഹാറയിൽ വീശുന്ന ഒരു കാറ്റാണെന്ത് ഹെർമാറ്റൻ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ, സെറ്റ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, നവോത്ഥാന കാലവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്ന് ശരിയായ ക്രമം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ നോക്കണേ, ഈ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ അത് എഴുതണ്ടാന്ന് തോന്നും, പക്ഷെ അത് വളരെ സിമ്പിളാണ്. നോക്കാം നമുക്ക്. നവോത്ഥാന കാലവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നും ശരിയായ ക്രമം തിരഞ്ഞെടുത്ത് എഴുതുക. A മൈക്കലാഞ്ചലോ, B ലിയാൻഡോ ഡാവിഞ്ചി, റാഫേൽ. അപ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്ന രണ്ടാൾക്കാണ് മൈക്കലാഞ്ചലോയും ലിയാൻഡോ ഡാവിഞ്ചിയും, അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം, ഇതിൽ ഓപ്ഷൻ നോക്കാം നിങ്ങളെ. A1, B2, C3, അങ്ങനെ ഓപ്ഷൻ ഇങ്ങനെ കണ്ടാൽ നമുക്ക് ആകെ ഇടങ്ങാറായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കണം നമ്മൾ, മൈക്കലാഞ്ചലോ. നമുക്ക് മൈക്കലാഞ്ചലോനെ കുറിച്ച് അറിയോ, അല്ലേ? മൈക്കലാഞ്ചലോൻ്റെ ചിത്രം എന്തായിരുന്നു? അന്ത്യവിധി എന്ന് പറഞ്ഞാലേ മൈക്കിലൂടെയാണ് നമ്മൾ വിധി പ്രഖ്യാപിക്കൽ, മൈക്കിലൂടെയാണ്. അപ്പോൾ ആ ചിത്രം നമുക്കറിയാം, ഒരുപാട് ശക്തരായിട്ടുള്ള, ഒരുപാട് സ്ട്രെങ്ത്തായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മൈക്കലാഞ്ചലോ മനസ്സിലായി, ശക്തരും സുന്ദരരുമായ മനുഷ്യരെ സൂചിപ്പില്ലേ. മൈക്കിലൂടെയാണ് സൗണ്ട് പറയുന്നത്, നല്ല സുന്ദരമായിട്ടുള്ള സൗണ്ട് കേൾക്കുക മൈക്കിലൂടെ പറയുമ്പോഴാണ്. അപ്പോൾ A ഓപ്ഷൻ എന്ത് വരണം? A ഓപ്ഷന് എന്ത് വരണം? 2 വരണം. അപ്പോൾ A ഓപ്ഷൻ 2 വരുന്ന ഏതൊക്കെ ഉണ്ട് മക്കളെ? നോക്കൂ നിങ്ങൾ, ഓപ്ഷൻ A വരുന്ന 2 വരുന്ന ഏതാണല്ലേ? 1 മാത്രമേ ഉള്ളൂ. ഉത്തരം കിട്ടി, 1 കിട്ടിയപ്പോൾ ഉത്തരം കിട്ടി. ഉത്തരം ഏതാ? B യാ. നമ്മൾ 2 ജസ്റ്റ് നോക്ക് നമുക്ക്. ലിയാൻഡോ ഡാവിഞ്ചിൻ്റെ ആണ് എന്തെന്ന് പറയുന്നത്? വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവ സംയോജിപ്പിക്കുന്നതിൽ അതുല്യനാണ് ലിയാൻഡോ ഡാവിഞ്ചി. അപ്പം ബീൻ്റെ നേരെ എന്ത് വരണം? 3 വരണം. സീൻ്റെ നേരെ 1. അപ്പോൾ നോക്കണേ, ഈ ഒറ്റ 1 കിട്ടിയപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, ഉത്തരം B. ഇങ്ങനെയാണ് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് നമ്മൾ തയ്യാറാക്കൽ. റെഡിയാണല്ലോ, സെറ്റല്ലേ? സെറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഇനി നോക്കാം, 6ാമത്തത്, ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ബൂർബൺ രാജാവ് ആര്? ഞാൻ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആൾ ആരാന്ന് ചോദിച്ചേ? ആരാ?
നെപ്പോളിയനാണോ, ലൂയി 14 ലൂയി 15 ലൂയി 16 സിമ്പിൾ അല്ലേ. ലൂയി 14 എന്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചോദിക്കാം. ഇനി അടുത്ത് നോക്കണേ, 7ാമത്തത് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് എന്ത്? അതാണ് ചോദ്യം അല്ലേ. എന്താണ് ആൻസർ? എന്താ? സാമൂഹിക ബന്ധ സ്ഥാപനങ്ങളെ ഒരുപാട് 4 സ്ഥലം സമൂസൻ്റെ ഉണ്ട് അവിടെ പറയുന്നത് പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ്. സാമാന്യബോധജ്ഞാനാണോ? അല്ല. സ്വയം പ്രതിഫലനാണോ? അല്ല. സാമൂഹിക വിശകലനാണോ? ആണ്. അപ്പോൾ ഉത്തരം ഏതാ? ഡി ആണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്തേതുക അല്ലേ. നമ്മൾ ആ ബോക്സിൽ പഠിച്ച കാര്യം നോക്കുക. എ തോമസ് മൂർ, നേരെ ഉട്ടോപ്പിയ, ദാന്തെ, കാന്റർബറി കഥകൾ, ഇറാസ്മസ്, ഇംപ്രൈസ് ഓഫ് ഫോളി, ജെഫ്രി ചോസർ, ഡോൺ കിഹോട്ട്. അപ്പോൾ തോമസ് മൂറിന് നേരെ ഉട്ടോപ്പിയ ആണോ? നമ്മൾ പഠിച്ച് നിങ്ങൾക്കറിയാം ടോപ്പ് മൂർക്കെന്ന് പറയില്ലേ, ടോപ്പ് മൂർക്കെന്ന് പറയാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, ഓപ്ഷൻ എയോ ആവാം, ഓപ്ഷൻ ബിയോ ആവാം, ഓപ്ഷൻ ഡിയോ ആവാം. ഈ രണ്ടാമത് നോക്കാം നമ്മൾ, ദാന്തെ കാന്റർബറി കഥകൾ ആണോ? ദാന്തെ ഡിവൈൻ കോമഡി അല്ലേ, കാന്റർബറി കഥകളല്ലല്ലോ. അല്ല. അപ്പോൾ ബി അല്ല. അപ്പോൾ ഓപ്ഷൻ നോക്കുക, ബി ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബി അല്ല, ഇനി ഡിയോ എയോ ആയിരിക്കും. അടുത്ത് നോക്കാം, ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ക്രിസ്മസ് മോളി നടക്കുന്നത് പറഞ്ഞില്ലേ, ക്രിസ്മസ് മോളി നടക്കുക പറഞ്ഞില്ലേ. അപ്പം സി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഇവിടെ ഉള്ളത്. അപ്പം ശരിയാണ് ഏത്? ഓപ്ഷൻ ഡി ആണെന്ത് ശരിയെന്ന് പറയുന്നത്. സെറ്റല്ലേ മക്കളെ? 1 വേർഡ് സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ഒരു 3 പോയിൻറ്റ്സ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്ത് 2 മാർക്കും ചോദിക്കുമ്പോൾ 2 പോയിൻ്റ് എന്ത് ചെയ്താൽ ഒരു 3 അറിയെങ്കിൽ 3 എന്തൊരു പോയിൻ്റ് എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുക. ഓക്കെ. ഇവിടെ നോക്കാം. മാക്കിയവെല്ലിയുടെ ദി പ്രിൻസ് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന ഭരണാധികാരിയുടെ കടമയെക്കുറിച്ച് ആശയം മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അവിടെ മാക്കിയവെല്ലി എന്ന് പറയുന്ന കൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലെന്ത് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ നോക്കങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങളാണെന്ത്? ദ പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്കിയവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത്. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്കിയവെല്ലി ദി പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ പ്രധാന കടമയായ അദ്ദേഹം കരുതി. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോട് ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ്. അതിനാൽ രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഇതിൽ നോക്ക്, നിങ്ങളൊരു 2 പോയിൻ്റെങ്കിലും നിങ്ങൾ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടാവും. 2 മാർക്ക് മിനിമം എന്ത് ചെയ്യണം? 2 പോയിൻ്റെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. റെഡിയാണല്ലോ. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നോക്കാം. 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് മാനവികതയുടെ വളർച്ചയ്ക്ക് പ്രേരണയായത് എങ്ങനെ? നോക്കാം. എങ്ങനെയാണ് പ്രേരണയായത് നോക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സ്ഥിരമായി ബാധിച്ചു. നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെയും മനുഷ്യത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഈ സാഹചര്യമാണെന്ത് മാനവികതയിലേക്ക് നയിച്ചത്. സിമ്പിളായിട്ട് നിങ്ങൾ വായിച്ച് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുക, നിങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. എവിടുന്നാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടതെന്നുള്ളത്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. ഈ പ്രസ്താവന വാർപ്പ് മാതൃകയ്ക്കൊരു ഉദാഹരണം എങ്ങനെയെന്ന് വ്യക്തമാക്കുക അല്ലേ. 3ാമത്തെ പാഠത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കാം. കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് എന്നതൊരു സാമാന്യവൽക്കരിച്ച വിശ്വാസമാണ്.
ഈ പ്രസ്താവന വാർപ്പ് മാതൃക ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് എന്ത് ഈ വാർപ്പ് മാതൃക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ സ്റ്റീരിയോ ടൈപ്സ് അല്ലേ, അതിന് ഉദാഹരണം നമുക്ക് എന്താണ് വാർപ്പ് മാതൃക നമുക്ക് അവിടെ എഴുതാം അല്ലേ. അപ്പോൾ വാർപ്പ് മാതൃകവുമായി ബന്ധപ്പെട്ട് കൗമാര വൈവിധ്യം മാറുന്ന കൂട്ടമാണ്. അതേപോലെ തന്നെ എന്നാൽ ഇത്തരം വാർപ്പ് മാതൃക എന്നീ പ്രസ്താവനകൾ കൗമാരക്കാരോടുള്ള വിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നു. കൂടാതെ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും തെറ്റായ തീരുമാനങ്ങൾക്കും ഇത് ഇടയാക്കുന്നു. റെഡിയാണല്ലോ. അപ്പോൾ വാർപ്പ് മാതൃക എന്ന് പറയുന്ന ആ ഒരു നോക്ക് നിങ്ങളിപ്പോൾ നമ്മൾ മാർക്കിനനുസരിച്ചാണ് എഴുതേണ്ടത് കേട്ടോ. ഇതിൽ ഒരുപാട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 മാർക്കാണെങ്കിൽ ഒരു 3 പോയിന്റ് എഴുതാം, 3 മാർക്കാണെങ്കിൽ 4 പോയിന്റ്സ് എഴുതാം. റെഡിയാണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അനുവിന് സമീപകാലത്തായി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇത് അനുവിൻ്റെ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണോ? മറ്റെന്തെല്ലാം ഘടകങ്ങൾ അനുവിൻ്റെ ഈ അവസ്ഥയെ സ്വാധീനിച്ചിട്ടുണ്ടാവും? അപ്പോൾ അനുവിൻ്റെ സമീപകാലത്തായി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല. വ്യക്തിഗതമായ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ നിരവധി സാമൂഹിക ഘടകങ്ങളുണ്ട്. മടി, അലസത, പഠനത്തോടുള്ള വ്യക്തിപരമായ താല്പര്യവ് തുടങ്ങിയവ പ്രശ്നങ്ങൾക്കപ്പുറം കുടുംബ പശ്ചാത്തലമുണ്ടാവാം, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം, വിഭവങ്ങൾ കിട്ടാത്തതാവാം. അങ്ങനെ ആ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ നിങ്ങളെ ഒപ്പീനിയൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ അവിടെ എഴുതുകയും ചെയ്യാം. റെഡിയാണല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. മേഘങ്ങളുമായി ബന്ധപ്പെട്ട് വസ്തുതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. സൂചനകളിൽ നിന്നും മേഘങ്ങളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. അപ്പോൾ അടിയിൽ മേഘങ്ങളുടെ സവിശേഷത തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്ത് എഴുതാൻ പറഞ്ഞത്, ഏത് മേഘമാണെന്ന് എഴുതേണ്ടത്. താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങൾ അല്ലേ. മഴമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നിംബസ് അല്ലേ. നിംബസ്, മഴമേഘങ്ങൾ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ കറുപ്പ് ചാരനിറം കൂടി ഇടിമിന്നലോട് കൂടിയിട്ട് മഴ പെയ്യാൻ സാധ്യതയുള്ള മേഘങ്ങളാണത്. താഴ്ന്ന വിധാനങ്ങൾ രൂപപ്പെടുന്ന ഏതാണ്, നിംബസാണ്. ഇനി ഉയർന്ന വിധാനത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്, ഏതാണ് പറയൂ? സിറസ് മേഘങ്ങൾ അല്ലേ. അപ്പോൾ സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ. മഞ്ഞുകളൊക്കെ അല്ലേ, മഞ്ഞ് കട്ട പോലെയാണ് കാണപ്പെടുക. അതേപോലെ തൂവലുകൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുക, ആ ഉയർന്ന ഒരിക്കലും എന്ത് ചെയ്യില്ല, മഴ പെയ്ക്കാത്ത മേഘങ്ങളാണ് എന്ത്, നമ്മൾ സിറസ് മേഘങ്ങൾ എന്ന് പറയാം. റെഡിയാണല്ലോ. ഇനി അടുത്ത് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വിലയിരുത്തുക അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളും പങ്കാളിത്തം ഉണ്ടായിരുന്നു അല്ലേ. പ്രധാനമായിട്ടും നിങ്ങളല്ലേ ഒളിം ദേ കൂഷ്, അതേപോലെ തന്നെ മാഡം ഞാൻ റോളണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഭക്ഷ്യക്ഷാമം, ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങി പ്രേരിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു, ചൂല് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് യുദ്ധം നടത്തി അതിലെന്ത് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ രാജാക്കന്മാരെന്ത് ചെയ്തു, കൊട്ടാരത്തിലെത്തി. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു, അവർ വലിയ ശക്തമായിട്ട് സമരം നടത്തിയപ്പോൾ അവരുടെ ദേശീയ സഭയുടെ നിയമ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധിതരായി അവർ. അതേപോലെ തന്നെ അതിൻ്റെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊക്കെ വേണ്ടി തുല്യമായിട്ട് വാദിച്ച 2 സ്ത്രീകളുടെ പേരാണ് മാഡം യാങ് റോളണ്ട്, ഒളിം ദേ കൂഷും. അവരുടെ ആ കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തി. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ് കേട്ടോ ഇത്, സ്ത്രീകളുടെ പങ്കാളിത്തം. ഇനി അടുത്ത് നോക്കാം. ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. നോക്കണേ. ഉഷ്ണമേഖലയിലെ വൻകരയിൽ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്, വാണിജ്യവാദങ്ങൾ ഇത് വൻകരകൾക്ക് കുറുകെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് പടിഞ്ഞാറ് അരികളിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ കാറ്റുകളുടെ ഈർപ്പം നഷ്ടപ്പെട്ട് വരണ്ടതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വൻകരയുടെ പടിഞ്ഞാറ് അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തൊക്കെ മഴ ഇങ്ങനെ പെയ്ത് ആ സ്ഥലത്തെത്തുമ്പോൾ കടലിലൂടെ സഞ്ചരിച്ച് എന്താ പറയുക, ആ ഒരു മേഖലയിലേക്ക് പോയിരുന്ന സമയത്ത് ആ കാറ്റുകളുടെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നത് അങ്ങനെ കാണപ്പെടാനുള്ള കാരണം. ഇത് നോക്കാം. അടുത്ത നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരം ഫ്രാൻസിലെ മാറ്റങ്ങൾ ചോദിക്കുക. അപ്പോൾ 2 ചോദിച്ചത്, സാമ്പത്തിക പരിഷ്കാരം, സൈനിക പരിഷ്കാരം. ഇത് ഇമ്പോർട്ടൻ്റ്, 4 മാർക്കിന് ചോദിക്കേണ്ടത്. ഇവിടെ അങ്ങനെ പരിഷ്കാര റിഫോംസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വളരെ റിഫോംസ് ഓഫ് അല്ലെങ്കിൽ നെപ്പോളിയൻ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം ചോദിക്കാം.
അപ്പോൾ രണ്ടെണ്ണം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, ഏകദേശ കറൻസി നടപ്പിലാക്കി, സൈന്യത്തെ പല ബറ്റാലിയനുകളിലാക്കി പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് അവിടെ. ഇനി ചുവടെ നൽകിയിരിക്കുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഏത് കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്നുവെന്ന് തിരിച്ചറിയുക. ബുഷ്മെൻ അതേപോലെ തന്നെ മസായി എന്ന് പറയുന്നതാണ്. ഒന്ന് ബുഷ്മെൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാണുന്ന ആളുകളാണ്. അതേപോലെ സാവന്ന കാലാവസ്ഥയിലാകാണ് മസായി എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനവുമായി ബന്ധപ്പെട്ട ചാർട്ട് പൂർത്തിയാക്കാനാണ്. ABC 3 കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അതെങ്ങനെയാണ്, അതേപോലെ തന്നെ 1 കോടി മുതൽ 10 കോടി എങ്ങനെയാണ്, 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം എങ്ങനെയാണ് നോക്കാം. അവിടെ 10 കോടി രൂപ മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് A എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. C ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പറയുന്നുണ്ട്, രാജ്യ ഏകീകൃത ഭരണഘടന നടപ്പിലാക്കിയ അസൈനാറ്റ് മതമേധാവികളുടെ നിയന്ത്രണത്തിലെ സ്വത്തുകൾ കണ്ടുകെട്ടി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഡയറക്റ്റ് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം. ഇതൊക്കെ പെട്ടെന്ന് ഒടിച്ചു പോകുന്നത് ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിക്കൊണ്ടാണ്. ഒരു കോംപ്ലിക്കേഷനും കാര്യങ്ങളും അതിലില്ല. ഈ നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റിമറിക്കപ്പെട്ടു. വിയന്ന സമ്മേളനം തീരുമാനാടിസ്ഥാനത്തിൽ പ്രസ്ഥാനം വിലയിരുത്തുക. ഇത്രയേ ഉള്ളൂ. എന്താണ് വിയന്ന സമ്മേളനം എന്ന് എഴുതാം. വിയന്ന സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആഫ്റ്റർ ഡിഫീറ്റ് ദ നെപ്പോളിയൻ തോറ്റ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിയന്നയിലൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗാണ് എന്ത്? വിയന്ന കോൺഗ്രസ്. പിന്നെ അതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെ അല്ലേ? നമ്മുടെ ബുർബൺ രാജഭരണം പുനഃസ്ഥാപിക്കണം, യൂറോപ്പിലാകമാനം രാജഭരണം ആരംഭിക്കണം, അതേപോലെ റഷ്യയുടെ ആധിപത്യം, അങ്ങനെയുള്ള പോയിന്റ് എന്ത് ചെയ്യുക അവിടെ ഇത്. അതും ഡയറക്റ്റ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ഇതിൽ 17ാമത്തേൽ B നോക്കാം. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി സ്കൊളാസ്റ്റിസം എന്നാൽ എന്ത്? സ്കൊളാസ്റ്റിസത്തിൽ നിന്നും മാനവികത എങ്ങനെ ആശയത്തിലേക്ക് മാറ്റം വിഷയങ്ങൾ ചെയ്യുന്നു? അപ്പോൾ 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സ്കൊളാസ്റ്റിസവും അതേപോലെ തന്നെ മാനവികതയും. ഇവിടെ പറയുന്നത് മധ്യകാലങ്ങളിൽ പ്രധാനമായിട്ട് സ്വാധീനിച്ചതാണെന്ത്? സ്കൊളാസ്റ്റിസം. അതേപോലെ തന്നെ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയതാണ് കാര്യങ്ങൾ പറയാം. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ആശയമായിരുന്നത് മാനവികത. രണ്ടും തമ്മിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് എന്ത് അവിടെ നമ്മൾ പറയേണ്ടത് അല്ലേ? സ്കൊളാസ്റ്റിസവും അതേപോലെ തന്നെ മാനവികതയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാവന്ന കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക. അപ്പോൾ അക്ഷാംശ വ്യാപ്തി കൊടുത്തിട്ടുണ്ട്. അതിൽ വാർഷിക ശരാശരി താപനില എഴുതണം, സസ്യങ്ങൾ എഴുതണം, ഉപജീവന മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യണം അത് എഴുതണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണെന്ത് അത്. ഇവിടെ നോക്കുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പിന്നെ ഇലപൊഴിയും വൃക്ഷങ്ങൾ, ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങൾ കാണും, മൃഗപരിപാലനം, കൃഷി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടുത്തെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹ സങ്കല്പവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആ 3ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് ഭാഗം അല്ലേ? സാമാന്യ ബോധജ്ഞാന സമീപനം എങ്ങനെയാണ്, അതേപോലെ തന്നെ സമൂഹ സങ്കല്പം എങ്ങനെ തമ്മിലുള്ള വ്യത്യാസമല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്താൽ, ഒന്ന് വ്യക്തിഗത വീക്ഷണമാണ്, ഒന്ന് വ്യക്തി വീക്ഷണം വിശാലമാക്കുന്നു, ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്നു, ഒന്ന് ഉപരിതല വിശദീകരണം മാത്രമേ നൽകുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സാമാന്യ ബോധജ്ഞാനം എന്താണ്? വിമർശനാത്മക ചിന്തയിൽ ഊന്നിയിട്ടല്ല. മറ്റേതാണെങ്കിലോ സമൂഹ സങ്കല്പം എന്താണ്? വിമർശനാത്മക ചിന്തയിൽ ഊന്നിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ രണ്ടും തമ്മിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളവിടെ എഴുതേണ്ടത്. റെഡിയാണല്ലോ, കുഴപ്പമില്ല. ആ പാഠത്തിൽ ലാസ്റ്റ് കൊടുത്തിട്ട് 2 ടേബിൾ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി ഇവിടെ നോക്കാം. നൽകിയിരിക്കുന്ന ചിത്രം ഏത് മൺസൂൺ കാറ്റിനെ സൂചിപ്പിക്കുന്നു? ഈ മൺസൂൺ കാറ്റ് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ഇവിടെ ഇത് കൊടുത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് അല്ലേ? ഏതാണ്?
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണത് അല്ലേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണിത്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അപ്പോൾ താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്നു. കൊറിയോലിസ് പ്രഭാവത്തിൽ തെക്കു പടിഞ്ഞാറിൽ നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറയുന്നത്. രൂപപ്പെടുന്ന രീതി മനസ്സിലായല്ലോ. ഓക്കെ, കുഴപ്പമില്ലല്ലേ. അത് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനാണ്. അതൊരു 3 മാർക്ക് 4 മാർക്ക് ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ് അത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്കിതിൽ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. ദീപ ഒരു ഫോൺ വാങ്ങി. എന്നാൽ ഫോണിൻ്റെ വാറണ്ടി കാലാവധിക്കുള്ളിൽ അത് കേടായി. ബില്ല് വാങ്ങാതിരുന്നതിനാൽ ദീപക്ക് തൻ്റെ ഫോൺ മാറ്റി കിട്ടിയില്ല. ഈ പ്രശ്നത്തിൽ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിശകലനം ചെയ്യുക. അല്ലേ, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുകയും വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുകയും വിപണിയിൽ ധാർമ്മികവും ചട്ടങ്ങൾ തിരിച്ചറിയുകയും ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്കനുസരിച്ച് അവബോധമുള്ളവരാകുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കിട്ടേണ്ട അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ആ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ ഈ ഒരു ചോദ്യം, ഉപഭോക്താവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അടുത്ത് നോക്കാം. കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള ഏതെങ്കിലും 3 അന്താരാഷ്ട്ര ശ്രമങ്ങളും അവയുടെ ഇടപെടലുകളും എഴുതുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. 3 or 4 മാർക്ക്. ഇവിടെ പറയുന്നുണ്ട് ലോക കാലാവസ്ഥാ സംഘടനയെക്കുറിച്ച്, സ്റ്റോക്ക്ഹോം സമ്മേളനം, ഭൗമ ഉച്ചകോടി, അതേപോലെ തന്നെ G20 ഉച്ചകോടി, പാരീസ് ഉടമ്പടി, ആ കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത ഒരു 4 നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. റെഡിയാണല്ലോ. കുഴപ്പമില്ല, നേരിട്ട് ഡയറക്റ്റായി ചോദിച്ച ചോദ്യമാണ്. എന്താണ് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ചിത്രത്തിൽ AB എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥിരവാദങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. AB എന്നല്ലേ അതിൻ്റെ സ്ഥിരവാദങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക എന്ന് പറഞ്ഞത്. ഈ സ്ഥിരവാദങ്ങൾ വീശുന്നത് ഏതെല്ലാം മർദ്ദമേഖലകൾക്കിടയിലാണെന്ന് കണ്ടെത്തി എഴുതുക. അതുകൂടി അതിൽ എഴുതണേ. നമുക്ക് നോക്കാം, അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? പശ്ചിമവാദങ്ങളാണ് അല്ലേ. B ധ്രുവീയവാദങ്ങൾ. പശ്ചിമവാദങ്ങളും ധ്രുവീയവാദങ്ങളും. ഇനി പശ്ചിമവാദങ്ങൾ ഉപോക്ഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യും, വീശുന്നു. അപ്പോൾ ഉപോക്ഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നാണ് എന്ത് ഉപദ്രവീയ മേഖലയിലേക്ക്, ആ ഇത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ധ്രുവീയവാദങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദത്തിലേക്ക് എന്ത് ചെയ്യുന്നു, വീശുന്നു. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. റെഡിയാണല്ലോ, സെറ്റാണ്. ഇനി B ക്വസ്റ്റ്യനിൻ്റെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത് പ്രധാനമായും ഭൗമോപരിതത്തിൽ നിന്നാണ്. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ വിശദമാക്കി പ്രസ്താവന സാധൂകരിക്കുക. എന്താ പറഞ്ഞത്? അന്തരീക്ഷം ചൂട് പിടിക്കുന്നത് പ്രധാനമായും ഭൗമോപരിതത്തിൽ നിന്നാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകളെ വിശദമാക്കി പ്രസ്താവന സാധൂകരിക്കുക. നമുക്ക് നോക്കാം. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതം ചൂട് പിടിക്കുന്നത് അല്ലേ. സൗരവികിരണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഭൗമോപരിതം ചൂട് പിടിക്കുന്നത്. തുടർന്ന് വിവിധ താപ പ്രക്രിയകളിലൂടെ ഭൗമോപരിതത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു, താപവ്യാപനം ഉണ്ടാവുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക നിങ്ങൾ. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. ചൂടായ ഭൗമോപരിതത്തോട് ചേർന്ന് അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, താപം പകരുന്ന പ്രക്രിയയാണെന്ത്, താപചാലനം. ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷവായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയാണെന്ത്, സംവഹനം. ഇനി വികിരണം നോക്കുക നിങ്ങൾ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ്
അഭിവഹനം. ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത് വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു 3-4 മാർക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ നോക്കണം, ഞങ്ങൾ 2 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. ഇനി 25ാമത്തെ ചോദ്യം കണ്ടാൽ നമ്മൾ സാമാന്യ ബോധത്തിൻ്റെ പരിമിതികളാണ്. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. അതേപോലെ പിന്നെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ വാർപ്പ് മാതൃക അടിസ്ഥാനമാക്കുന്നു, ശീലങ്ങളെയോ യുവാമങ്ങളെയോ ആശ്രയിക്കുന്നു, അല്ലേ? അങ്ങനത്തെ പോയിന്റ്സ് എന്ത് ചെയ്യുക അവിടെ എഴുതാം. ഓക്കെ, റെഡിയാണല്ലോ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇതുവരെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ എസ്സേ ഉണ്ട്. അപ്പോൾ എസ്സേ ഒക്കെ എങ്ങനെ എഴുതണം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിശദമായിട്ട് നമുക്ക് പറയണം. എസ്സേ എങ്ങനെ നമുക്ക് 5 മാർക്ക് കിട്ടണ്ടേ, 5 മാർക്ക് എങ്ങനെ എഴുതാ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതേ മോഡലിനായിരിക്കും ഈ ഒരു ടേമിന് എന്ത് ചെയ്യുക, പരീക്ഷ ചോദിക്കുക. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത പാർട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടണം. ഓക്കെ, ക്ലാസ് ഉപകാരമാകുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അടുത്ത ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എസ്സേ എങ്ങനെ എഴുതണം, എങ്ങനെ ചെയ്യണം, എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണം നമ്മൾ പറയും. അപ്പോൾ ഈ ക്ലാസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.